നമസ്കാരം. ധനുസ് പി.എസ്.സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന നവംബർ 8 നടന്ന അറ്റൻഡർ ഗ്രേഡ് 2, സെയിൽസ്മാൻ ഗ്രേഡ് 2, സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 145/2025 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഏറ്റവും അവസാനം വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ എൻ്റെ പേര് പറയുന്നുണ്ടായിരിക്കും. ഇത്രയും നാൾ ഞാൻ പേര് പറയാതാണ് എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എനിക്കിനി പേര് പറയണം എന്നൊക്കെ ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ധനുസ് പി.എസ്.സി ടിപ്സ് അല്ലെങ്കിൽ ധനുസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ബ്രാൻഡ് നെയിം മാത്രമായിരുന്നു. ഞാനൊരു ലേഡിയാണെന്നുള്ളത് പലർക്കും പല കമൻസും വരുന്നുണ്ട്. ഞാൻ ജെൻഡർ വിഭാഗത്തിൽ ഏതാണ് ലേഡിയാണെന്ന് ഒന്നുകൂടി പറയുകയാണ് കേട്ടോ. നമ്മുടെ സൗണ്ടിൽ വ്യത്യാസം വരുന്നതാണ് ഇതൊക്കെ സംഭവിക്കും. ഓക്കെ, ഞാൻ ലേഡിയാണ്. എൻ്റെ പേര് ഞാൻ അവസാനം പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കും. നമുക്ക് പഠിക്കാം എന്തായാലും. ഓക്കെ, പഠിക്കാം. അപ്പോൾ റെഡി ആയിക്കോളൂ. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 145/2025 ആണ്. സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, സ്റ്റോർ കീപ്പറിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, നോക്കിക്കോളൂ. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ആൻസർ ഡോക്ടർ എ ജയതിലക്. ഡോക്ടർ എ ജയതിലക്. ഡോക്ടർ എ ജയതിലക് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. ഡോക്ടർ എ ജയതിലക് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. നെക്സ്റ്റ് വൺ, ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ. ഡോക്ടർ വി നാരായണൻ ആണ് ISROയുടെ പുതിയ ചെയർമാൻ. പുതിയ ചെയർമാൻ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. നെക്സ്റ്റ്, സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. വളരെ സിമ്പിളായൊരു ചോദ്യമായിരുന്നു അത്. അതായത് കഥകളി ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഇതിൻ്റെ ഓതർ കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. നെക്സ്റ്റ്, ഓട്ടൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാലഭിക്ഷുകി കുമാരനാശാന ചണ്ടാലഭിക്ഷുകി. കുമാരനാശാന ചണ്ടാലഭിക്ഷുകി. കൃഷ്ണഗാഥ ചെറുശ്ശേരി. അല്ലേ, ഒക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നുള്ള കാര്യങ്ങളാണ്. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാലഭിക്ഷുകി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. കൃഷ്ണഗാഥ ചെറുശ്ശേരി. കൃഷ്ണഗാഥ ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥ ചെറുശ്ശേരി. ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ, ചെങ്ങന്നൂർ. സജി ചെറിയാൻ, ചെങ്ങന്നൂർ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി. കൂടാതെ ഫിഷറീസ് വകുപ്പും കയ്യിലുണ്ട്. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴ. ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയാണ്. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ആൻസർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. അടുത്തത്, 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? മോഹൻലാൽ. സർവശ്രീ മോഹൻലാൽ ആണ്. സർവശ്രീ മോഹൻലാൽ അല്ലേ, ബിഗ് ബോസിൻ്റെ അവതാരകൻ എന്ന് കൂടി ഓർക്കുക. മോഹൻലാൽ മറക്കാൻ വഴിയില്ലല്ലേ. നെക്സ്റ്റ്, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്?
കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെയാണ്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെയാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം, ബ്രാഹ്മണ സമൂഹത്തിൻ്റെ. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഇവയിലേതാണ്? താജിക്കിസ്ഥാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ഇത് 4 ഉണ്ട്. ഇതിൽ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? താജിക്കിസ്ഥാൻ ആണ്. താജിക്കിസ്ഥാൻ ആകുന്നു. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ആൻസർ ഷിപ്കില ചുരം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നു. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, കാരക്കോറം പർവ്വതനിരയിലാണ് ഗോൾഡൻ ഓസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിനാണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഈ 3ലെയും ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 1ഉം 3ഉം ശരി, അതായത് ഈ 1ാമത്തതും 3ാമത്തതും. കാരക്കോറത്തിൽ ഗോൾഡൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നു. പിന്നെ കാരക്കോറം പർവ്വത തുടർച്ച എന്താണ്? ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. കാരക്കോറം ടു ടിബറ്റ് കൈലാസ പർവ്വതം. പിന്നെന്താ ഒരെണ്ണം പറഞ്ഞത്? കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നതും. അതുപോലെ കാരക്കോറത്തിൻ്റെ തുടർച്ചയാരാണ്? ടിബറ്റിലെ കൈലാസ നിരകളാണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നുമാണ്. കൃഷ്ണനദിയുടെ പോഷകനദികളാണ് ശബരിയും ഇന്ദ്രാവതിയും. ഈ ഉപദ്വീപിയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഇതിൽ ഉപദ്വീപിയൻ നദികളെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ 1ഉം 3ഉമാണ് ശരി. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നുമാണ്. അടുത്തത്, ഉപദ്വീപിയൻ നദികളിൽ അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഉപദ്വീപിയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നുമാണ്. നർമ്മദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നുമാണ്. ഓക്കെ, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ്. ഒഡീഷയിലെ സുന്ദർഗഡ്. ഓക്കെ, ഒഡീഷയിലെ ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡാണ്. ഒഡീഷയിലെ ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡാണ്. അടുത്തത്, ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? NW3 ഏതാണ്? കേരളം അല്ലേ? NW3 കേരളം, കൊല്ലം കോട്ടപ്പുറം, ഓർമ്മയുണ്ടല്ലോ, കൊല്ലം കോട്ടപ്പുറം, അപ്പോൾ കേരളമാണ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഫട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമാണിത്, റാവത്ത് ഫട്ട. അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ രാജസ്ഥാൻ. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ആൻസർ 146. കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146. നെക്സ്റ്റ്, ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം.
ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ആണ് സുലഭ് സമാചാർ. സുലഭ് സമാചാർ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. സുലഭ് സമാചാർ. നെക്സ്റ്റ് ഇത് താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? റാബി വിള അല്ലാത്തത് ഏതാണ്? പരുത്തിയാണ്. ഓക്കെ, റാബി വിള അല്ലാത്തത് പരുത്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ നമുക്ക് തോന്നുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. ഓക്കെ, വായിച്ചു നോക്കാം. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കും, സതി, ശൈശവവിവാഹം എന്നിവ അവസാനിപ്പിക്കും. എന്തൊക്കെ ഇത് മൂന്നുമാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ. ഇതൊക്കെ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഔട്ടാക്കാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഏതാണ്? നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമാണ്? നാലാമത് അല്ലേ, ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡും കാശ്മീർ. ഹൈദരാബാദ് അല്ലേ, ഹൈദരാബാദ് എന്നാട്ടോ. ജുനഗഡ്, കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ഈ മൂന്നെണ്ണമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. ഹൈദരാബാദും ജുനഗഡും കാശ്മീരുമാണ് ആ നാട്ടുരാജ്യങ്ങൾ. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ സമര നേതാക്കൾ ആരില്ല? ഗാന്ധിജിയുടെ ബഹിഷ്കരണ നിയമം സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്ത നേതാക്കൾ ആരില്ല? ഏതൊക്കെ നേതാക്കളാണിത്? ആൻസർ ഓപ്ഷൻ സി ആണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസും മോത്തിലാൽ നെഹ്റുവും. ആൻസർ ഓപ്ഷൻ സി ആണ്. ആരൊക്കെയാണിത്? ആ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്ത നേതാക്കൾ ആരെല്ലാം? 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്ത നേതാക്കൾ ആരെല്ലാമാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടി ആരുണ്ടാക്കിയതാണ്? അപ്പോൾ CR ദാസും മോത്തിലാൽ നെഹ്റുവും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? ആൻസർ DK കാർവെ. വനിതാ സർവകലാശാല അല്ലേ. 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെ. വനിതാ സർവകലാശാല DK കാർവെ. വനിത DK കാർവെ. നെക്സ്റ്റ്, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ മാതൃസ്നേഹം, ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായ പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായ പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? അബനീന്ദ്രനാഥ് ടാഗോർ. ഭാരതമാത ചിത്രം വരച്ചാരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ. ചിത്രം ഓർത്ത് വെക്കണം, ചിത്രമാണിത്. അബനീന്ദ്രനാഥ് ടാഗോർ. നെക്സ്റ്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വർഷം ഏതാണ്? 1878 1878. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യ സ്വാതന്ത്ര്യ തിരഞ്ഞെടുപ്പ് നടന്നത് എവിടുന്നായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ആൻസർ 1951 52. ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 1951 52. നെക്സ്റ്റ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാം ആയിരുന്നു? ആൻസർ ആരാണിത്? ഫസൽ അലി, KM പണിക്കരാൻ, HN ഖുൻസ്രു അല്ലേ. ചെയർമാൻ, അതായത് പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാന് മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, HN ഖുൻസ്രു. ഫസൽ അലി, KM പണിക്കറും HN ഖുൻസ്രുവുമാണ്. നെക്സ്റ്റ് വരുന്നത്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക. കാലഗണനാക്രമത്തിലാക്കുമ്പോൾ ഓപ്ഷൻ D ആണ് നമുക്ക് ആൻസർ വരിക. അതായത് ഒന്നാമത്തത് കുണ്ടറ വിളംബരം അല്ലേ, 1809. നെക്സ്റ്റ് മലയാളി മെമ്മോറിയൽ. അടുത്ത് വരുന്ന ഏതാണ്?
മാപ്പിള ലഹള, ദെൻ വാക്ക് സത്യാഗ്രഹം അല്ലേ, കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, വൈക്കം, ദെൻ മാപ്പിള കഴിഞ്ഞിട്ടാണ് വൈക്കം 1924 വരുന്നത്. നെക്സ്റ്റ് നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായ പ്രസ്താവനകൾ. 1, 2, 4. അതായത് എന്തിനെക്കുറിച്ചുള്ളതാണ്? ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഇനി 1969 ISRO രൂപീകരിച്ചു. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും 1969 ISRO രൂപീകരിച്ചു. ഇനി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അതായത് 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷൻ നിയമിച്ചത്. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥൻ ആയിരുന്നു. ഈ 3 അല്ലേ. ഇതൊക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നെക്സ്റ്റ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2002 86 ഭരണഘടനാ ഭേദഗതി. 2002 86 ഭരണഘടനാ ഭേദഗതി. അടുത്തത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 പ്രസ്താവന ശരിയാണ്. മൗലിക അവകാശങ്ങൾ ബന്ധപ്പെട്ട് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ. നെക്സ്റ്റ് നോക്കാം. വിവരാവകാശ നിയമം 2005 2019 ഭേദഗതി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്തൊക്കെയാണ്? 2005 വിവരാവകാശമാണെന്ന് നമുക്കറിയാം അല്ലേ. തെറ്റ് ഏതൊക്കെയാണ്? ആൻസർ നോക്കട്ടെ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. രണ്ടാമത്തെ മാത്രമാണ് നമുക്കവിടെ തെറ്റ്. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2, 3 ശരിയായ പ്രസ്താവനകൾ. ഇനിയുള്ളത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി 1950 ജനുവരി 24 നോക്കാം അല്ലേ. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ 51A വകുപ്പിൽ, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? ആൻസർ 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. നെക്സ്റ്റ്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ 16 വകുപ്പ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്?
പമ്പയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം ആകുന്നു. മംഗളവനമാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് വിഴിഞ്ഞം തുറമുഖം. തിരുവനന്തപുരമാണ് വിഴിഞ്ഞം തുറമുഖം. കേരള കായിക ദിനം. കേരള കായിക ദിനം ഏതാണ്? ഒക്ടോബർ 13 ഒക്ടോബർ 13 കേരള കായിക ദിനം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ പള്ളിവാസലാണ്. പള്ളിവാസൽ ആകുന്നു. കേരളത്തിലെ നിത്യഹരിത വനം. കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? സൈലൻറ്റ് വാലി. നിത്യഹരിത വനം സൈലൻറ്റ് വാലി. കേരളത്തിൻ്റെ ഗവർണർ ആയ ആദ്യ മലയാളി. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? ആൻസർ വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. വി വിശ്വനാഥനാണ്. നെക്സ്റ്റ്, തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ആൻസർ 1865 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ആൻസർ നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്കായിരുന്നു. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധമില്ലാത്ത സംഭവം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1936 ഇലക്ട്രിസിറ്റി സമരമാണെന്ത്? മലബാറിലെ സ്വാതന്ത്ര്യസമര ബന്ധമില്ലാത്ത പ്രസ്താവന. ഇത് മാത്രമാണ് ഓപ്ഷൻ ഡി ആൻസർ. 1932 നിവർത്തന പ്രക്ഷോഭം ബന്ധമില്ലാത്തത് ആരാണ്? 1932 നിവർത്തന പ്രക്ഷോഭം ബന്ധമില്ലാത്തതാര്? നിവർത്തന പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിൻ്റെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിൻ്റെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ആൻസർ ഓപ്ഷൻ സി വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? 1921 നടന്ന ഒന്നാം സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഡേറ്റ് 21. അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ശ്രീനാരായണ ഗുരു ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു അല്ലേ? മേൽമുണ്ട് ധരിക്കുന്ന ചനാർ കലാപം അല്ലേ? അതാണ്. അപ്പോൾ അത് ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. രക്ഷ, ഈ കച്ച വരുമ്പോൾ ഓർത്ത കുമാര എന്നോർത്താൽ മതി കേട്ടോ. ഈ കാക്ക ഇല്ലേ, പ്രത്യക്ഷരക്ഷാ ദൈവസഭ, അത് കുമാരഗുരുദേവൻ. ഓക്കെ, കിട്ടും അവിടെ. നെക്സ്റ്റ്, 1915 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ആൻസർ വില്യം കീലിംഗ് ആയിരുന്നു. വില്യം കീലിംഗ്. ഇതൊരു പുതിയ വെറൈറ്റി അല്ലേ, പഴയതായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇനി പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻസ്, ഇമാതിരി ക്വസ്റ്റ്യൻസ് ഇനി പ്രതീക്ഷിക്കാം. അപ്പം വില്യം കീലിംഗ് ഈ പ്രമുഖന്മാരെ അങ്ങ് വിട്ടേക്കുമായിരുന്നു, അപ്പം വീണ്ടും ഇപ്പോൾ എടുത്തിട്ടുണ്ട്, നോക്കി വെച്ചുള്ളൂ. വില്യം കീലിംഗ് ആണ് അല്ലേ ആ പ്രതിനിധി? വില്യം കീലിംഗ്. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഉണ്ടാക്കിയ പ്രതിനിധി ആരാണ്? ഒരു കീലിംഗ് ആണ്, വില്യം കീലിംഗ് അല്ലേ? വില്യം കീലിംഗ് ആണ്. അടുത്തത്, വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? വയനാട്ടിലെ കുറിച്യ കലാപം ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4ാമത്തെ പ്രസ്താവനയാണ്. എല്ലാം ശരി അല്ലേ? ബ്രിട്ടീഷുകാർ ഇതിൻ്റെ എല്ലാം നമുക്കറിയാം. ഓക്കെ, ഓപ്ഷൻ ഡി ആൻസർ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന അല്ലേ? വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? ആൻസർ IUCN ആണ്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUC, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൗൺസിൽ നേച്ചർ എന്നുള്ളത്.
പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ആൻസർ വിറ്റാമിൻ സി. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. കണ്ടൽക്കാടുകളെക്കുറിച്ചാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. 1 തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു. 2 സുനാമി ആയിരിക്കും അല്ലേ, സുനാമിയെ തടയുന്നു. ഈ ക്വസ്റ്റ്യനും ഔട്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വിജാഗിരി സന്ധി അല്ലേ. ഈ ക്വസ്റ്റ്യൻസ്, ഈ പാറ്റേൺ അല്ലേ, ഈ സയൻസിൻ്റെ ഈ പാറ്റേൺ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ശരിക്കും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല. കുറ്റ്യാട്ടൂർ മാങ്ങ ഉൾപ്പെടുന്ന പ്രദേശം ഏത് ജില്ലയിലാണ് ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ? അതാണ് നോക്കി വെക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി കണ്ണൂരാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ്? ആൻസർ കോളറയും ടൈഫോയിഡുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ. അടുത്തത്, മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാം? എന്താ ഓർക്കേണ്ടത് നമ്മൾ? മോണകളുടെ ആരോഗ്യമല്ലേ. അപ്പോൾ ഏതായിരിക്കണം വേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. വൈറ്റമിൻ സി വരുന്ന സാധനങ്ങൾ, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളാണ് മോണയ്ക്ക് അത്യാവശ്യം. നെക്സ്റ്റ് വരുന്നത്, മനുഷ്യൻ്റെ ലിംബ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിക്കുക. ലിംബ് വ്യവസ്ഥ അല്ലേ, രക്തവും നമുക്കുണ്ട്, ലിംബും ഉണ്ട്. അപ്പോൾ ലിംബ് വ്യവസ്ഥയെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന താഴെ തെറ്റായ പ്രസ്താവന, രക്തക്കുഴലുകൾ പോകുന്ന കൂടെ തന്നെ നമ്മുടെ ലിംബ് നാഡികളും അല്ലേ പോകുന്നുണ്ട്, ഓർത്തോളുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ലിംബിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. തെറ്റായ പ്രസ്താവന എന്താണത്? ലിംബ് എന്ന് പറയുമ്പോൾ രക്തകോശങ്ങളും പ്രോട്ടീനുകളും കാണപ്പെടും. ലിംബ് എന്ന് പറയുമ്പോൾ അതിൽ വാട്ടറുണ്ട് അല്ലേ, ലവണങ്ങളും ഒക്കെ ഉണ്ട്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് ഇവിടെ രക്തക്കുഴലുകളിലാണോ? രക്തകോശങ്ങൾ മീൻസ് അതൊക്കെയാണത്, അതൊക്കെയാണ് വരിക ചുവന്ന ബ്ലഡ് അല്ലേ, അത് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് രക്തകോശങ്ങൾ, അതവിടെ വരും. ബ്ലഡ് വെസൽസിലെ രക്തക്കുഴലുകളാണ് വരിക, ലിംഫിൽ അത് വരില്ല. നെക്സ്റ്റ് വരുന്നത്, മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ വേലയല്ല. ഓക്കെ. നെക്സ്റ്റ്, പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യശൃംഖലയെ അതിലെ തൃതീയ ഉപഭോക്താവ് ആരാണ് അല്ലേ? പുല്ല്, മാൻ, കടുവ, കഴുകൻ അതിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കഴുകനാണ്. അത് പുല്ലെന്ന് പറയുമ്പോൾ ആരാണ് അവിടെ? പുല്ലെന്ന് പറയുമ്പോൾ അത് ഉൽപ്പാദകരാണ്. ആര്? പുല്ലെന്ന് പറഞ്ഞില്ല, അത് ആഹാരം പാകം ചെയ്യുന്നവരാണ്, ഉൽപ്പാദകരാണ് പുല്ലെന്ന് പറയുമ്പോൾ അല്ലേ. ആ പുല്ലിനെ കഴിക്കുന്ന ജീവി മാനാണ് ഇവിടെ. അപ്പോൾ അതാണ് ഉപഭോക്താക്കളാണ്. ഓക്കെ, ഉപഭോക്താക്കളാണ് അല്ലേ. അപ്പോൾ ഇതും ഈ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 കാറ്റഗറി. അതൊക്കെ ഉൽപ്പാദകരുണ്ട്, ഉപഭോക്താക്കളുണ്ട്, അതുപോലെ വിഘാടകർ. ഇതാണ് 3 വിഭാഗങ്ങൾ നമുക്കുള്ളത് അല്ലേ. അതായത് ആവാസ വ്യവസ്ഥയ്ക്കകത്ത് ഉൽപ്പാദകർ, ഉപഭോക്താക്കളും വിഘാടകരുമാണുള്ളത്. ഉൽപ്പാദകരാരാ വരിക? ഈ പുല്ലെന്ന് പറയുന്ന സസ്യങ്ങളെല്ലാം വരുന്നത് എന്താണ്? പുല്ലൊക്കെ വരുന്നത് ഉൽപ്പാദകരാണ്. അപ്പോൾ അവരെ ഉൽപ്പാദകരെ കഴിക്കുന്നവരെല്ലാം ആരാണ്? ഉപഭോക്താക്കളാണ്. അതിൽ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, പ്രാഥമികം, ദ്വിതീയം, തൃതീയവും വരുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇവിടെ പുല്ലിനെ കഴിക്കുന്ന മാന പ്രാഥമിക ഉപഭോക്താവാണ്. ഈ മാനെ കഴിക്കുന്ന കടുവയാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ ദ്വിതീയ ഉപഭോക്താവാണ്. അപ്പോൾ അതിനെ കഴിക്കുന്ന കഴുകനാകുമ്പോൾ അത് തൃതീയമാണ്. അങ്ങനെയാണ് തൃതീയ ഉപഭോക്താവ് കഴുകനായിട്ട് വന്നേക്കുന്നത്. നെക്സ്റ്റ്, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ് ഫോയിൽ പരീക്ഷണം, അടുത്തന്നെ ന്യൂക്ലിയസ്, അടുത്തന്നെ സൗരയൂഥ മാതൃക. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. അതേത് സയൻറ്റിസ്റ്റ് ആണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ആൻസർ. ഏണസ്റ്റ് റുദർഫോർഡ്.
നെക്സ്റ്റ് വരുന്നത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. മൂന്നാമത്തത് ഹെൻറി മെസ്സിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. മെസ്സിയുടെ മോസ്റ്റ്ലി കേട്ടോ, മോസ്റ്റ്ലിയാണ് വരേണ്ടത്, മോസ്റ്റ്ലി എന്നാണ് വരിക കേട്ടോ. നെക്സ്റ്റ്, ഒരു സമുദ്രദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗവുമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗവുമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുക? ആൻസർ ഓപ്ഷൻ സി ആണ്, പാർഷിക വിപര്യം എന്നാണ് അറിയപ്പെടുക. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂളാണ് പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞത്. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷാണ്. ഊർജ്ജമാറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വൈദ്യോർജ്ജം, യാന്ത്രികോർജ്ജം. തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉത്പന്നം. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രകൃതിദത്തമായ പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ് റബ്ബറിൻ്റെ മോണോമർ. ഐസോപ്രീൻ റബ്ബറിൻ്റെ മോണോമർ. ഓക്കെ. നാച്ചുറൽ പോളിമർ, പ്രകൃതിദത്ത പോളിമർ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നേരത്തെയും. തന്നിരിക്കുന്നവയിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റായ പ്രസ്താവന 3ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. നെക്സ്റ്റ്, സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 98 ഡിഗ്രി അല്ലേ, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. റൂട്ട് ഓഫ് 5625 75 ആണെങ്കിൽ റൂട്ട് ഓഫ് 0.5625 പ്ലസ് 56.25 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 8.25. നെക്സ്റ്റ്, 2/30, 5/6, 3/4, 9/17 എന്നിവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 5/6 ആണ് ആൻസർ. നെക്സ്റ്റ്, 5 വർഷം മുൻപ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെത്തുക 58 ആണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 13 ആകുന്നു. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിലെ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 2, 5, 11, 23, 47. അടുത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി, 95. യഥാക്രമം 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡുകളുടെ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു എന്നിരിക്കട്ടെ. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 24 സെക്കൻഡ്. ഒരു കോഡ് ഭാഷയിൽ ടൈമിന് GRNV എന്നെഴുതാമെങ്കിൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് ബുക്കിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആൻസർ ഓപ്ഷൻ ബി, YLLP എന്നെഴുതാൻ പറ്റും. 12 + 6 ÷ 2 × 3 - 4 ലഘൂകരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 17. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 225 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? ആൻസർ ഓപ്ഷൻ സി, 2 മണിക്കൂർ 30 മിനിറ്റ്. ഇതെല്ലാം പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ളതാണ്. നെക്സ്റ്റ്, ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട് ബുക്കുകളും ഉണ്ട്. ഇവരെല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എത്രയെണ്ണമായിരിക്കും? ആൻസർ ഓപ്ഷൻ എ, 12 എണ്ണം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയാൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 125 ആണ്. നെക്സ്റ്റ് വരുന്നത് 3/5 + 9/10 എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2/3. ഒരു കച്ചവടക്കാരൻ ഒരു ഡസന് 50 രൂപ നിരക്കിൽ ആപ്പിൾ വാങ്ങുന്നു. അയാളത് ഒരെണ്ണത്തിന് 5 രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, ഓരോ ആപ്പിളിനും അയാൾക്ക് 0.83 രൂപ ലാഭം കിട്ടുന്നു. 5 സുഹൃത്തുക്കളുടെ ശരാശരി ഭാരം 55 കിലോഗ്രാമാണ്. ആ കൂട്ടത്തിൽ നിന്ന് 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പിന്മാറിയാൽ ബാക്കിയുള്ളവരുടെ ശരാശരി ഭാരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി,
81.25 കിലോഗ്രാം. ഒരു പെട്ടിയുടെ 3/5 ഭാഗം ആപ്പിളുകളും ബാക്കി ഓറഞ്ചുകളുമാണ്. ആകെ 40 ഓറഞ്ചുകളാണ് ആ പെട്ടിയിൽ ഉള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 60. ഒരു കടയുടെ മുന്നിൽ 15 പേർ ക്യൂ നിൽക്കുന്നു. രഘു മുന്നിൽ നിന്ന് 9ാമതാണ്. ക്യൂവിൽ പിന്നിൽ നിന്നും നോക്കുമ്പോൾ രഘുവിൻ്റെ 1ാം സ്ഥാനം. രഘുവിൻ്റെ സ്ഥാനം എത്രാമത്തെയാണ്? രഘുവിൻ്റെ സ്ഥാനം എത്രാമത്തെ സ്ഥാനമായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി 7ാമത്തത്. ഓക്കെ, നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന സമവാക്യം ശരിയായി ആക്കുവാൻ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ ഏത് രീതിയിൽ ക്രമീകരിക്കേണ്ടി വരുന്നു അല്ലേ? 30 ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ ക്രമീകരിക്കേണ്ടി വരുന്നു? ഏത് ചിഹ്നമാണ് അവിടെ കൊടുക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്ലസ് ഇൻറ്റു ഓപ്ഷൻ ഡി. 3.6 ഡിവൈഡ് ബൈ 0.12 ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സിൻ്റെ വില എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ എ 30. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ച് ലഭിക്കുന്ന ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 3/5 ചെറുതാണ്, 5/8 ചെറുതാണ്, 2/3. ഓപ്ഷൻ ബി ആൻസർ. അനു തെക്കോട്ടും 6 മീറ്റർ നടന്നു, പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. ഇങ്ങനെ അവൾ ആരംഭ സ്ഥലത്തേക്ക് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ്? ആൻസർ ഓപ്ഷൻ എ കിഴക്ക്. √49 പ്ലസ് √576 എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എത്ര? ഓപ്ഷൻ സി ആണ്, √73. ദിസ് ഇസ് ജയശ്രീ സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.